ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നല്ല. ഈ ഒരു സ്മാർട്ട് ഫോൺ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് തൊടുന്ന സമയത്ത് പോലും നമുക്കൊരു വാവ് ഫീൽ ലഭിക്കുന്നുണ്ട്. ഇതാണ് ഹോണറിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹോണർ മാജിക് V6 ഫോൾഡിംഗ് ഡിവൈസ് ആണ്. എനിവേ 4 കളേഴ്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഗ്ലോബലി അവൈലബിൾ ആകുന്നത്. നമ്മുടെ കയ്യിലുള്ളത് റെഡ് കളറാണ്. ഇതിനുമുണ്ടൊരു പ്രത്യേകത, ഇതിൻ്റെ ബാക്ക് മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നത് വെൽവെറ്റ് ആണ്. ഭയങ്കര ഒരു ലക്ഷറി ഫീൽ ശരിക്കും നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ വൈറ്റിലും ഗോൾഡിലും ബ്ലാക്കിലും അവൈലബിൾ ആണ്. സോ ഇതാണ് ഹോണറിൻ്റെ മാജിക് V6ൻ്റെ ബോക്സ് വരുന്നത്. ഈ ഒരു ബോക്സിനകത്തായിട്ട് നമുക്ക് 80 വാട്ടിൻ്റെ സൂപ്പർ ചാർജ് അഡാപ്റ്റർ കൂടെ വരുന്നുണ്ട്. Type A to Type C ചാർജിങ് കേബിൾ വരുന്നുണ്ട്. ഇത് കൂടാതെ നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ കളർ എന്താണ്, അതുപോലെ തന്നെ ബാക്ക് മെറ്റീരിയൽ എന്താണോ അതേ കളറിലും അതേ മെറ്റീരിയലിലും വരുന്ന ഒരു പ്രീമിയം ഫീൽ നൽകുന്ന ഒരു ബാക്ക് കേസും ഇതിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സ്റ്റാൻഡായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ശരിക്കും നമ്മളൊരു പ്രീമിയം സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ ഇവൻ ഇതിൻ്റെ കൂടെ ലഭിച്ചിട്ടുള്ള എല്ലാ കാര്യത്തിനും നമുക്ക് ആ ഒരു പ്രീമിയം ഫീൽ ശരിക്കും ഇതിൽ ലഭിച്ചിട്ടുണ്ട്. സോ സമയം കളയേണ്ട നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളിലേക്കും കാര്യങ്ങളിലേക്കും കടക്കാം. വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. ഇത്തവണ ഡ്യൂറബിലിറ്റിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് നൽകിയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിട്ടാണ് ഹോണർ മാജിക് V6 എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. എസ്പെഷ്യലി ഇതിൻ്റെ അലൂമിനിയമാണ് ബോഡി. ഫ്രെയിം വരുന്നത് സ്റ്റീലിൻ്റെതാണ്. ഹിഞ്ചസ് യൂസ് ചെയ്തിരിക്കുന്നത് ആൻറ്റി സ്ക്രാച്ച് നാനോ ക്രിസ്റ്റൽ ഷീൽഡ് പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ താരതമ്യേന സ്ക്രാച്ച് ആവാനും വീണാൽ പൊട്ടാനുള്ള സാധ്യതയും കുറവാണ്. ഇത്തരത്തിൽ അൺഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 4mm മാത്രമാണ് തിക്നെസ്, അതായത് ഒരു Type C ചാർജിങ് പോർട്ടിൻ്റെ തിക്നെസ് മാത്രം. ഇത്തരത്തിൽ ഫോൾഡ് ചെയ്താൽ പോലും 8.75mm ആണ് തിക്നെസ്. 219 ഗ്രാം മാത്രമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. IP68 ആണ് IP69 റേറ്റഡോട് കൂടിയിട്ടുള്ള വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് സ്മാർട്ട് ഫോൺ ആണ്. സോ വൺ ഓഫ് ദ ബെസ്റ്റ് ഡ്യൂറബിൾ സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലാണ് ഫിംഗർ പ്രിന്റ് സ്കാനറോട് കൂടിയിട്ടുള്ള പവർ ബട്ടൺ വരുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ആ ഒരു ഫിംഗർ പ്രിന്റ് സ്കാനർ വർക്ക് ചെയ്യുന്ന കാണാൻ സാധിക്കും. റൈറ്റ് സൈഡിൽ തന്നെയാണ് പവർ ബട്ടൺ വരുന്നത്. മുകൾ വശത്തായിട്ട് നോയ്സ് ക്യാൻസലേഷൻ മൈക്കും സെക്കൻഡറി സ്പീക്കർ ഗില്ലും, താഴെ വശത്താണ് സിം ട്രേ വരുന്നത്. 2 നാനോ സിം കാർഡ് തന്നെ യൂസ് ചെയ്യാൻ സാധിക്കും. മെമ്മറി കാർഡ് ഓപ്ഷനോ കാര്യങ്ങളൊന്നുമില്ല. Type C ചാർജിംഗ് പോർട്ട്, സ്പീക്കർ ഗില്ല്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഡിസൈനിൽ കാണാൻ സാധിക്കുക. കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള മാജിക് V5ൻ്റെ ഒരു സിമിലർ ഡിസൈൻ എന്നുള്ള രീതി തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത്രയും തിന്നായിട്ടുള്ള സ്മാർട്ട് ഫോൺ ആയിട്ട് കൂടിയും 6600 mAh ബാറ്ററി ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ 80 വാട്ടിൻ്റെ ചാർജർ നമുക്ക് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എടുത്ത് പറയുന്ന മറ്റൊരു കാര്യമാണ്, മറ്റു മിക്ക സ്മാർട്ട് ഫോണിലും ഫാസ്റ്റസ്റ്റ് ചാർജർ എന്ന് പറയുന്ന പോലും ഒരുപക്ഷെ 60 അല്ലെങ്കിൽ 45 വാട്ടൊക്കെ ആണെങ്കിൽ ഇതിൽ 66 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് കൂടി സപ്പോർട്ട് ഉണ്ട്. സോ എൻ്റെ ഒരു ബാറ്ററി എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ നമ്മളൊരു ഹെവി യൂസർ ആണെങ്കിൽ ഏകദേശം ഒരു ദിവസത്തിനടുത്ത് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ അതിലധികമോ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഫോണിൽ നാനോ ക്രിസ്റ്റൽ ഷീൽഡ് പ്രൊട്ടക്ഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഡിസ്പ്ലേയിൽ. അതുകൊണ്ട് തന്നെ സ്ക്രാച്ച് ആവാനും വീണാൽ പൊട്ടാനുള്ള സാധ്യത കുറവാണ്. അതേപോലെ തന്നെ ആൻറ്റി റിഫ്ലക്റ്റീവ് ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ പുറത്ത് പോയാലും ഇനി ഉള്ളിൽ നിന്നൊക്കെ ആണെങ്കിൽ തന്നെ താരതമ്യേന റിഫ്ലക്ഷൻ കുറവായിരിക്കും. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ആസ്വദിക്കാൻ സാധിക്കും. 6000 nits ആണ് ഇതിൻ്റെ കവർ ഡിസ്പ്ലേയിലെ പീക്ക് ബ്രൈറ്റ്നസ് എങ്കിലും മെയിൻ ഡിസ്പ്ലേ വരുന്ന 5000 nits ആണ്. രണ്ടും LTPR പാനലാണ്. 1 Hz മുതൽ 120 Hz എന്നുള്ള രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. 4320 Hz PWM ഡിമ്മിങ് ടെക്നോളജി യൂസ് ചെയ്തത് കൊണ്ട് തന്നെ ലോ ലൈറ്റിലുണ്ടാകുന്ന ഫ്ലിക്കറിങ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ കണ്ണിനുണ്ടാകുന്ന സ്ട്രെയിൻസും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. 7.95 ഇഞ്ചിൻ്റെതാണ് ഈ ഒരു മെയിൻ ഡിസ്പ്ലേ വരുന്നെങ്കിൽ 6.52 ഇഞ്ചിൻ്റെതാണ് ഈ ഒരു കവർ ഡിസ്പ്ലേ വരുന്നത്. ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് സ്റ്റൈലസ് പെന്ന് സപ്പോർട്ടാണ്. അതുപോലെ തന്നെ നമുക്കിതിൽ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ആണെങ്കിലും മൾട്ടി ടാസ്കിങ് കാര്യങ്ങളാണെങ്കിലും ഒരു സമയം 2 അല്ലെങ്കിൽ 3 ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്ത് ആൻഡ് ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്കിതിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ക്രീസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 0 ക്രീസ് എന്നുള്ള രീതിയിലാണ് കമ്പനി പറയുന്നത്. ചെറുതായിട്ടുള്ള രീതിയിൽ മാത്രമേ നമുക്കിതിൽ ഫീൽ ചെയ്യുന്നുള്ളൂ. അല്ലാത്ത രീതിയിൽ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 0 ഫീൽ ക്രീസ് എന്നുള്ള രീതിയിലുള്ള ഡിസ്പ്ലേ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഫീൽ ചെയ്തത്. HDR10+ ഡോൾബി വിഷൻ ഒക്കെ ഇതിൽ സപ്പോർട്ടാണ്. സോ നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഇതിൽ ആസ്വദിക്കാൻ സാധിക്കും. സോ ഡിസ്പ്ലേ വൈസ് പറയുകയാണെങ്കിൽ ഫോൾഡബിൾ ഡിവൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡിസ്പ്ലേ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇതെനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഫ്ലാഗ്ഷിപ്പ് പ്രോസസർ ആയിട്ടുള്ള Qualcomm Snapdragon 8 Elite Gen 5ലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. 3nm ടെക്നോളജിയിൽ ഒക്ടാ-കോറിൽ 4.6 GHz ക്ലോക്ക് സ്പീഡും Adreno 840 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് GPU. സോ പെർഫോമൻസ് വൈസ് ഡെഫിനറ്റ്ലി ആ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ആസ്വദിക്കാൻ സാധിക്കും. അത് ഡേ ടു ഡേ ടാസ്ക് ആണെങ്കിലും മൾട്ടി ടാസ്കിങ് ആണെങ്കിലും ഈവൻ ഗെയിമിംഗ് ആണെങ്കിലും ഞാൻ ഇതിൽ കോൾ ഓഫ് ഡ്യൂട്ടി ആണ് കളിച്ചത്.
ഏകദേശം 1 മണിക്കൂറോളം ഞാനിതിൽ ഗെയിം കളിച്ചിട്ടുണ്ട്. അത്രയും നേരം കളിച്ചൊരു എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ കൂടി പ്രോ ലെവൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ഇതിൽ ആസ്വദിക്കാൻ സാധിക്കും. അത്ര സമയം ഗെയിം കളിക്കുമ്പോൾ ചെറുതായിട്ടുള്ള രീതിയിലുള്ള വാമാവുന്നുണ്ട്, പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ കൂളും ആവുന്നുണ്ട്. ഇനി 2 മെമ്മറി വേരിയന്റിലാണ് ഗ്ലോബലി ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആകുന്നത്. 16 GB റാമിൽ 512 GB 16 GB റാമിൽ 1 TB ഖത്തറിൽ 512 GB മെമ്മറി വേരിയന്റ് ആണ് അവൈലബിൾ ആകുന്നത്. LPDDR5Xൽ UFS സ്റ്റോറേജ് ടൈപ്പ് വരുന്നത് 4.1 ആണ്. മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷനിലെ കണക്ടിവിറ്റിയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്യുവൽ ബാൻഡ് 5G ഇതിൽ സപ്പോർട്ടാണ്, ഡ്യുവൽ ബാൻഡ് 4G LT ഇതിൽ സപ്പോർട്ടാണ്, Wi-Fi 7 ആണ് വരുന്നത്, ബ്ലൂടൂത്തിന്റെ 6 ആണ് വരുന്നത്, NFC സപ്പോർട്ട് ഉണ്ട്, IR ബ്ലാസ്റ്റർ സപ്പോർട്ട് ഉണ്ട്. ഈ സിമ്മും ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടാണ്. ആൻഡ്രോയിഡ് 16 ബേസ്ഡ് മാജിക് OS 10ലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. 7 വർഷത്തെ സോഫ്റ്റ്വെയർ ആൻഡ് സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ആണ് കമ്പനി പ്രോമിസ് ചെയ്തിരിക്കുന്നത്. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഫാസ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള യൂസർ ഇന്റർഫേസ് ആണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരുപാട് ബ്ലോട്ടേഴ്സോ ഹാർഡ്വെയർസോ കാര്യങ്ങളൊന്നും കാണാൻ സാധിക്കില്ല. ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട്. ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ ഇമേജ് ടു വീഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്കൊരു ഫോട്ടോയെ 5 സെക്കൻഡ് വരെയുള്ള വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു പവർ ബട്ടനെ നമുക്ക് AI ബട്ടൺ എന്നുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് ഡബിൾ പ്രസ് ചെയ്യാതെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അതിലൂടെ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുകൂടാതെ ഒരുപാട് AI ഫീച്ചേഴ്സ് ഗൂഗിൾ ജെമിനി ആയിക്കോട്ടെ, അല്ലെങ്കിൽ സർക്കിൾ ടു സെർച്ച്, അല്ലെങ്കിൽ മാജിക് സൈഡ് ബാർ, മാജിക് ടെക്സ്റ്റ്, AI സബ് ടൈറ്റിൽ, AI ട്രാൻസ്ലേറ്റ്, കോൾ ട്രാൻസ്ലേഷൻ തുടങ്ങിയിട്ടുള്ളതും AI ഡീപ് ഫേക്ക് ആൻഡ് വോയിസ് ക്ലോണിംഗ് ഡിറ്റക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് വാട്സപ്പ് ഉൾപ്പെടെയുള്ള ചില ആപ്ലിക്കേഷനും കാര്യങ്ങളും നമുക്ക് ഫേക്ക് കോളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും കോളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള AI ഫീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല കിഡിലനായിട്ടുള്ള ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. സ്റ്റീരിയോ സ്പീക്കർ ആണെങ്കിൽ സൂപ്പർ ലൗഡി അല്ല, അത്യാവശ്യം ലൗഡിയാണ്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ സൗണ്ട് ഔട്ട്പുട്ട് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ക്യാമറയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ചില ഫോൾഡിംഗ് ഡിവൈസുകളിൽ ക്യാമറ വലിയൊരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറില്ല. അത്തരത്തിലാണോ ഈ ഒരു ക്യാമറ പെർഫോമൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഡൗട്ട് എനിക്ക് വരേണ്ട സംഭവമില്ല. കാരണം ഇതിൻ്റെ മുന്നേ ഇറങ്ങിയിട്ടുള്ള V5ൻ്റെ ക്യാമറ പെർഫോമൻസ് സൂപ്പർബായിരുന്നു. സോ V6ൻ്റെ കാര്യത്തിലും ഒരു സംശയമില്ല. 3 ക്യാമറയാണ് പിറകിൽ വരുന്നത്. 50 മെഗാ പിക്സൽ മെയിൻ ലെൻസ് വിത്ത് OIS, 64 മെഗാ പിക്സലിൻ്റെ 3x ടെലിഫോട്ടോ ലെൻസ് വിത്ത് OIS, 50 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസ്. സോ റിയർ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ ഗംഭീരം എന്ന് തന്നെ പറയാൻ പറ്റും. എസ്പെഷ്യലി റിയർ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസ്, അത് ഡേലൈറ്റ് പെർഫോമൻസ് ആണെങ്കിലും HDR ഫോട്ടോസ് ആണെങ്കിലും പോർട്രേറ്റ് ഫോട്ടോസ് ആണെങ്കിലും ഈവൻ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള നൈറ്റ് ഫോട്ടോഗ്രാഫി ലഭിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി എടുത്തു പറയേണ്ട കാര്യം, മിക്ക ഫോട്ടോസിലും നല്ല ഡീറ്റെയിൽസും ഷാർപ്നെസ്സും നൽകുന്നുണ്ട്. മിക്ക ഫോട്ടോസും നമുക്ക് ഒരു നാച്ചുറൽ കളർ എന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ എടുത്ത് പറയേണ്ടത് 3x ടെലിഫോട്ടോ ലെൻസിൻ്റെ കാര്യമാണ്. എസ്പെഷ്യലി പോർട്രേറ്റ് ഫോട്ടോസ് ഒക്കെ സൂപ്പർബ് എന്നുള്ള രീതിയിൽ ലഭിച്ചിട്ടുണ്ട്. നല്ല ഡീറ്റെയിൽസും ഷാർപ്നെസ് ഒക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ് ടു 100x ആണ് ഡിജിറ്റൽ സൂം സപ്പോർട്ടുള്ളത്. ഈവൻ 100xൽ എടുത്തിരിക്കുന്ന ഫോട്ടോസും നമുക്ക് റീഡബിൾ എന്നുള്ള രീതിയിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. സോ ടെലിഫോട്ടോ ലെൻസിൽ എടുത്തിരിക്കുന്ന ഡയലൈറ്റ് ആണെങ്കിലും HDR ആണെങ്കിലും പോർട്രേറ്റ് ആണെങ്കിലും ഈവൻ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ നല്ല രീതിയിലുള്ള നൈറ്റ് ഫോട്ടോഗ്രാഫി എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. 50 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസും അതും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി ഉള്ള ഒരു ഫോട്ടോസ് എന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. സെൽഫി ക്യാമറ മെയിൻ ഡിസ്പ്ലേയിലും അതുപോലെ തന്നെ കവർ ഡിസ്പ്ലേയിലും 20 മെഗാ പിക്സലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കവർ ഡിസ്പ്ലേയിലുള്ള ക്യാമറയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഫോട്ടോസ് എടുക്കാൻ. സോ അത് വെച്ച് നോക്കുകയാണെങ്കിൽ മിക്ക ഫോട്ടോസും നല്ല ഡീറ്റെയിൽസും ഷാർപ്നെസ്സും കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട്. നല്ല രീതിയിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സ് എന്നുള്ള രീതിയിലാണ് മിക്ക ഫോട്ടോസ് ലഭിച്ചിട്ടുള്ളത്. ഡൈലൈറ്റ് ആണെങ്കിലും പോർട്രേറ്റ് ആണെങ്കിലും HDR ഫോട്ടോസ് ഒക്കെ നല്ല സൂപ്പർബ് എന്നുള്ള രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ നൈറ്റ് ഫോട്ടോഗ്രാഫിയും സെൽഫിയിലും നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. സോ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമറ പെർഫോമൻസ് ആണ് ഫോട്ടോഗ്രാഫിയിൽ ഫോൾഡബിൾ ഡിവൈസിൽ എനിക്കിതിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി വീഡിയോഗ്രാഫിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ റോ അല്ലെങ്കിൽ ലോഗ് ഫോർമാറ്റിൽ നമുക്കിതിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ റിയർ ക്യാമറയിലെയും സെൽഫി ക്യാമറയിലും എടുത്തിരിക്കുന്ന വീഡിയോ സാമ്പിൾ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് വീഡിയോഗ്രാഫിയെ കുറിച്ച് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. റിയർ ക്യാമറ വീഡിയോ ഫുട്ടേജ് ആണ് 4Kയിൽ 60 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷന്. എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് നല്ല ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സൂപ്പർബായിട്ടുള്ള സ്റ്റെബിലിറ്റി ഉണ്ട്. നല്ല കിഡിലനായിട്ടുള്ള HDR പെർഫോമൻസും കാണാൻ സാധിക്കും. സോ വൺ ഓഫ് ദ ബെസ്റ്റ് 4K വീഡിയോ എന്നുള്ള രീതി തന്നെയാണ് എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ളത്. സെൽഫി വീഡിയോ ഫുട്ടേജ് ആണ് 4Kയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷന്. എടുത്ത് പറയേണ്ടത് സ്റ്റെബിലിറ്റി തന്നെയാണ്. നല്ല സൂപ്പർബായിട്ടുള്ള സ്റ്റെബിലിറ്റി ഉണ്ട്. നല്ല ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫേസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല ഉതിപ്പുണ്ട്. സോ കിഡിലനായിട്ടുള്ള HDR പെർഫോമൻസും കാണാൻ സാധിക്കും. സോ ഫോൾഡിംഗ് ഡിവൈസുകളിൽ വൺ ഓഫ് ദ ബെസ്റ്റ് 4K വീഡിയോ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിച്ചത്.
ഈ ഒരു ഹോണർ മാജിക് V6 2026 ബെസ്റ്റ് ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ ആണോ? അതിനെക്കുറിച്ച് ഞാൻ പറയാം. അതിനു മുമ്പ് ഇതിന് പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 16GB പ്ലസ് 512GBക്ക് 6919 ഖത്തറിയാൽ ഏകദേശം ഇന്ത്യയുടെ 1,70,75,000 രൂപയാണ് ഒഫീഷ്യലി പ്രൈസ് വരുന്നത്. ഓൾ ഓവർ GCCയിലും ഇന്ത്യയിലും ഈ ഒരു സ്മാർട്ട് ഫോൺ വാറണ്ടി ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ലിമിറ്റഡ് ടൈം പീരീഡിലേക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്ക്രീൻ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ലഭിക്കും. അതായത് ഒരു തവണ ഡിസ്പ്ലേ വീണ് പൊട്ടുകയാണെങ്കിൽ അത് ഫ്രീ ഓഫ് കോസ്റ്റിൽ അത് ചേഞ്ച് ചെയ്ത് തരുന്നത്. അതുപോലെ തന്നെ ഒട്ടനവധി മറ്റ് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. സോ ഈ ഒരു സ്മാർട്ട് ഫോൺ ആണോ 2026 ബെസ്റ്റ് ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മിക്ക കാര്യങ്ങളും ബെസ്റ്റ് ആണെന്ന് തന്നെ പറയാം. എസ്പെഷ്യലി ബെസ്റ്റ് ക്യാമറ പെർഫോമൻസ്, ബെസ്റ്റ് ഡിസ്പ്ലേ ക്വാളിറ്റി, ബെസ്റ്റ് ഡ്യൂറബിലിറ്റി, ബെസ്റ്റ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സ്പീക്കർ ക്വാളിറ്റി. ഇതാണ് എനിക്കിതിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് വൺ ഓഫ് ദ ബെസ്റ്റ് ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത്, ഈ ഒരു സ്മാർട്ട് ഫോൺ ആണോ 2026 ഏറ്റവും ബെസ്റ്റ് ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ എന്നത് നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് ആ ഒരു കാര്യം കൂടി ഒന്ന് ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്തോളൂ. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. സോ മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.